ഹായ്, ഇന്നത്തെ സ്റ്റോറിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൻ്റെ ബേസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സിൻ്റെയും സക്സസിൻ്റെ അല്ലെങ്കിൽ ഫെയിലിയറിൻ്റെ ഒരു പ്രൈമായിട്ടുള്ള ബേസ് ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ബിസിനസ്സിൻ്റെ ഫോക്കസാണ്. ഏതൊക്കെ ഒരു ബിസിനസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലും അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഓവർ ദ ടൈമിൽ ആ ഒരു ബിസിനസ്സിന് ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ ഒക്കെ റിഫ്ലക്ഷൻ നടന്ന് ഓവർ ദ ടൈമിൽ അതൊരു സക്സസ്സിലേക്ക് ആയിട്ടുണ്ട്. ഏതൊക്കെ ബിസിനസ്സിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയിട്ടുണ്ട്, മീൻസ് ഒരു ഗ്രോയിങ് സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ വേറെ പല കാര്യങ്ങളിലേക്ക് ബിസിനസ്സിൻ്റെ ഫോക്കസ് മാറുമ്പോൾ അത് നല്ല രീതിയിൽ അതിൻ്റെ കസ്റ്റമർ ബേസിനെ അഫക്റ്റ് ചെയ്യുകയും നല്ല രീതിയിൽ പല ബിസിനസ്സുകളെയും അത് ഡൗൺ ആക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സ്റ്റോറിയുടെ ബേസ് ഇതാണ്. ബിസിനസ്സിന് എപ്പോഴും സക്സസ് ആവണമെങ്കിൽ നല്ലൊരു ഫോക്കസ് പോയിന്റ് ഉണ്ടാവണം. ആ ഫോക്കസിൽ നിന്ന് വിട്ടുമാറാതെ വർക്ക് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റോറി എങ്ങനെയാണ്? ഡേവിഡ് എന്ന് പറയുന്ന ഒരു ഏർലി 30s ഒരു അയാൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അയാൾക്ക് അന്നേരം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നും അതിനെ റൺ ചെയ്ത് സക്സസ് ആക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ കഴിവിൽ നല്ല പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം ഒരു ചെറിയൊരു എന്താ പറയുക, ഈ സ്ട്രീറ്റ് ഫുഡിങ് ഡൊമൈനിൽ വർക്ക് ചെയ്യാൻ വിചാരിച്ച് അദ്ദേഹം ഒരു ചെറിയൊരു ഷോപ്പൊക്കെ തുടങ്ങി. പക്ഷേ അതൊരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് കിട്ടുന്ന മാർജിൻ അത്ര വൈബിൾ ആയിട്ടുള്ള മാർജിൻ അല്ല, അതുകൊണ്ട് ഇത് റൺ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി അദ്ദേഹം വിട്ടിട്ട് പോയി. അങ്ങനെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അങ്ങനെ വേറെ പല ബിസിനസ്സും ഒരു ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ സ്കിൽസും ഇതെല്ലാം വെച്ച് അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്ന മാർജിൻ വെച്ച് ഒരു കസ്റ്റമർ ബേസ് വെച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അങ്ങനെ 2-3 ബിസിനസ് അദ്ദേഹം പലതും ചെയ്തു നോക്കി. അങ്ങനെ ഒരു കൊല്ലത്തോളം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സേവിങ്സും കാര്യങ്ങളെല്ലാം തീർന്നു. അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയി തുടങ്ങി. അദ്ദേഹം ബേസിക്കലി ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്കിൽസ് കൂടുതലും ഇരുന്ന് മെക്കാനിക്കൽ വർക്കിലാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്നാൽ ആ ഒരു മേഖലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എഫേർട്ടും അദ്ദേഹത്തിൻ്റെ സ്കിൽ സെറ്റും ഉള്ള ആ മേഖലയിൽ തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ബ്രദറിനോടെ കുറച്ച് കാശ് കടം മേടിച്ചിട്ട് അദ്ദേഹം ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അതായത് മിക്സി, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഹോം അപ്ലയൻസിനൊക്കെ സർവീസ് ചെയ്യുന്ന ഒരു ഷോപ്പ്. അദ്ദേഹം പല കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഓൺലൈനിൽ നിന്നൊക്കെ പഠിച്ചെടുത്തു, പലതും സ്വന്തമായിട്ട് റിപ്പയർ ചെയ്ത് പഠിച്ച് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്കിൽ സെറ്റ് അദ്ദേഹം നന്നായിട്ട് ഷാർപ്പൺ ചെയ്ത് വെച്ചിരുന്നു. അദ്ദേഹം ആ ഷോപ്പ് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കസ്റ്റമേഴ്സൊക്കെ വരും, ഇത് റൺ ചെയ്യും, സക്സസ് ആവും എന്നായിരുന്നു വിശ്വാസം. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സേവിങ്സ് ഒക്കെ തീർന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്ത് നല്ല പ്രഷറുണ്ട്, എന്തെങ്കിലും സക്സസ് ആവണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് വീണ്ടും കയറണം, ലൈഫ് സെറ്റിൽ ആവണമെന്നാണ് ആഗ്രഹം. അദ്ദേഹത്തിന് ഷോപ്പ് തുടങ്ങി. ആദ്യത്തെ ദിവസമൊക്കെ ഇടയ്ക്കൊക്കെ ഒരു കസ്റ്റമേഴ്സൊക്കെ വരും. അദ്ദേഹം കിട്ടുന്ന വർക്കൊക്കെ അത്യാവശ്യം ചെയ്ത് കൊടുത്ത് നന്നായി വിടാറുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒരു സിറ്റിക്ക് അടുത്ത് തന്നെയാണ്, ഒരു നല്ല സിറ്റിയിലാണ് ആ ഒരു ഷോപ്പ് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്ററോളം മാറി ഒരു നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സർവീസ് സെൻറ്റർ അവിടെ വന്നു. അതായത് വെൽ ഫർണിഷ്ഡ് ആയിട്ട് നല്ല സ്റ്റാഫുകൾ, അപ്പോൾ ഷെഡ്യൂൾ ടൈമിങ് എല്ലാം ചെയ്തുള്ള, അപ്പോൾ കൂടുതലും കസ്റ്റമേഴ്സ് അദ്ദേഹം കൊടുക്കുന്നതിനേക്കാളും ചീപ്പ് റേറ്റിലാണ് ആ ഒരു വലിയ കമ്പനി സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങി. പല ആളുകൾ അവിടെ പോകുന്നു, സാധനങ്ങൾ ശരിയാക്കുന്നു, പോകുന്നു. അപ്പോൾ അങ്ങനെ വന്നു ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ ഈവൻ ഒരു ദിവസം ഒരാൾ പോലും വരുന്നില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഈ ബിസിനസ്സും റൺ ചെയ്തിട്ട് കാര്യമില്ല, ഷട്ട് ഡൗൺ ചെയ്യാൻ നിവൃത്തിയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഷട്ട് ഡൗൺ ചെയ്യാമെന്ന് ഉള്ളിൽ തീരുമാനിച്ചു. അന്നേരത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ഇദ്ദേഹത്തിന് കടം കൊടുത്ത കാശ് തിരിച്ചു വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ നിന്നുള്ള പ്രശ്നം എല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാം അദ്ദേഹത്തിന് തന്നെ തോന്നി തുടങ്ങി, ഞാനൊരു ബിസിനസ്സിന് പറ്റിയൊരു ആളല്ല, ഇതെന്തായാലും ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നടക്കൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അദ്ദേഹം അങ്ങനെ ആലോചിച്ചിട്ട് ഒരു ദിവസം വൈകുന്നേരം കട ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോണ വഴിക്ക് സ്ഥിരം അദ്ദേഹം ഒരു ലോക്കൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. പുള്ളി കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് പല കസ്റ്റമേഴ്സിനും ഇങ്ങനെ ലോക്കുകൾ ഉണ്ടാക്കി കൊടുക്കും, പല കോമ്പിനേഷൻസും പല ഇതൊക്കെ ആയിട്ട് വീടുകൾക്കും കടകളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കട ഭയങ്കര ഫേമസ് ആണ്. അവിടുത്തെ ആ ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ, ആ കടയുടെ ഓണർ, ആ സിറ്റിയിൽ നിന്നുള്ള പല സിറ്റീസിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ലോക്സ് മേടിക്കാറുണ്ട്, കസ്റ്റമൈസ് ചെയ്ത് ലോക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയുടെ മുമ്പിൽ പോയപ്പോൾ കടയിൽ അദ്ദേഹം ഇങ്ങനെ ലേറ്റായി, പക്ഷേ കട ഓപ്പൺ ആണെന്ന് മനസ്സിലായി. അപ്പോൾ പറ്റുവാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് അദ്ദേഹം കസ്റ്റമേഴ്സിനെ എങ്ങനെ ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ് ആയത്, എങ്ങനെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാം. എന്തെങ്കിലും സഹായം കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഐഡിയ കഴിഞ്ഞാൽ മുന്നോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച്
ഈ കടലിൽ കാണാൻ ചെല്ലുകയാണ്. അപ്പോൾ കടലിൽ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത്ര അവിടെ കണ്ടു. അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് ഒരു ലോക്കിലിരുന്ന് വർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇവൻ ചെന്ന് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം വിചാരിച്ചു ലോക്ക് മേടിക്കാൻ വന്നതാണെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ലോക്കാണ് വേണ്ടത്, എന്ത് തരം ലോക്കാണ് ഞങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സാധാരണ കസ്റ്റമേഴ്സ് സംസാരിക്കുന്ന പോലെ ഇയാളോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഡേവിഡ് പറഞ്ഞു, ഞാൻ ലോക്ക് മേടിക്കാമെന്ന് വന്നാൽ എനിക്കൊരു സഹായം വേണമായിരുന്നു. ഞാനിങ്ങനെ പല ബിസിനസ്സും ചെയ്തു നോക്കി, എല്ലാം ഒന്നും വർക്കായില്ല, എല്ലാം ഫെയിലായി. ഞാനിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ലാസ്റ്റ് ബിസിനസ്സും ഏകദേശം വൈൻഡപ്പ് ചെയ്യുന്ന ആ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ സിറ്റിയിൽ മാത്രമല്ല പല സിറ്റിയിൽ നിന്നും ആൾക്കാർ നിങ്ങളെ കാണാൻ വരുന്നത്, നിങ്ങൾ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിലും ഒക്കെ ഭയങ്കര കേപ്പബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. അത് കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിതിൻ്റെ അവസ്ഥ മനസ്സിലാവും. കാരണം ഒരു 10-15 കൊല്ലം മുമ്പ് ഇതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയതാണ്. ഞാനിതിന് മുമ്പ് പല ബിസിനസ്സും ചെയ്തു നോക്കി. ഈ ലോക്കിൻ്റെ ബിസിനസ്സിൽ വന്നപ്പോഴാണ് ഞാൻ സക്സസ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ലോക്കിലുള്ള സ്കില്ല് കൊണ്ടാണ് സക്സസ് ആയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതുകൊണ്ടല്ല, ഞാനൊരു ബേസിക് ആയിട്ടുള്ള സത്യം മനസ്സിലാക്കി. ആ സത്യമായിരുന്നു എന്നെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഞാൻ അത്രയും നാളും പല ബിസിനസ്സും ചെയ്തു നോക്കിയ സമയത്ത് എൻ്റെ പ്രോഫിറ്റാണ് അല്ലെങ്കിൽ റവന്യൂ ആണ് എൻ്റെ ഫോക്കസ് ഇരുന്നത്. അതുകൊണ്ട് ഞാൻ പല ബിസിനസ്സും ചെയ്തതെല്ലാം റവന്യൂ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് ഫെയിലായി. പക്ഷേ ഞാൻ ഈ ലോക്കിൻ്റെ ബിസിനസ് തുടങ്ങിയപ്പോൾ എൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റിയിൽ, കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു കാര്യത്തിലായിരുന്നു എൻ്റെ ഫോക്കസ്. ഞാൻ ചെയ്തു കൊടുത്ത ഓരോ ഇതും ഏറ്റവും ബെസ്റ്റ് എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാത്ത രീതിയിലാണ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ആദ്യം കുറേ നാളൊന്നും ഒരു ബിസിനസ്സും ഇല്ലാതെ ഞാൻ ശരിക്കും ഒരു ബ്രോക്കായ അവസ്ഥയിൽ നിന്നിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും കസ്റ്റമറിൻ്റെ ക്വാളിറ്റിയിലോ സർവീസിലോ ഞാനൊരു കോംപ്രമൈസും ചെയ്തില്ല. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്തു. അതിനുശേഷം 2 years കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ചെറിയൊരു റെക്കഗ്നേഷൻ കിട്ടി തുടങ്ങിയത്. ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നു തുടങ്ങിയത്. എനിക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവനും ചിന്തിക്കുന്നത്, ഇവൻ ഇതിനു മുമ്പ് സ്റ്റാർട്ട് ചെയ്ത എല്ലാ ബിസിനസ്സിലും അവൻ പെട്ടെന്ന് തന്നെ റവന്യൂ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഫോക്കസ് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ വിട്ടിട്ട് പോവുകയാണ് ചെയ്തത്. ഇവൻ ഇപ്പോഴത്തെ ബിസിനസ് ആണെങ്കിലും ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് റവന്യൂ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള തോന്നലിൻ്റെ പുറത്താണ് അവൻ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അവൻ വിചാരിച്ചു, ഓക്കെ, എന്തായാലും ഇത്രയും നാളായി, ഞാൻ കുറച്ച് നാളും കൂടെ ഇനി കസ്റ്റമർ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം, പറ്റാവുന്നിടത്തോളം മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ച് ഡേവിഡ് വീണ്ടും കമ്പനിയിൽ ആ ഷോപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. അവൻ്റെ അടുത്തുള്ള വലിയൊരു ഇതിനകത്ത് പല ആൾക്കാരും വരുന്നു, സർവീസ് ചെയ്യുന്നു, സാധനങ്ങൾ പോകുന്നു. അപ്പോൾ ഇവൻ്റെ അടുത്തേക്ക് 1-2 കസ്റ്റമേഴ്സൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഈ വരുന്ന കസ്റ്റമേഴ്സിന് അവനെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പല അറിയില്ലാത്ത കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ച് ഇച്ചിരി സമയം എടുത്താലും അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കി അവൻ ആ സാധനം സർവീസ് ചെയ്ത് കൊടുക്കും, അങ്ങനെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ആൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഒരു ക്ലോക്ക് കൊണ്ട് ഇവൻ്റെ അടുത്ത് വരുന്നത് സർവീസ് ചെയ്യാതെ വെച്ചാൽ. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് ഒത്തിരി പഴയതാണ്, എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയത്തില്ല, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് വേറെ 2-3 വർക്ക്ഷോപ്പിൽ പോയി, ഞാനിപ്പോൾ അടുത്തുള്ള ഒരു സിറ്റിയിൽ നിന്നാണ് വരുന്നത്. അവിടെയുള്ള പലരെയും കാണിച്ചു നോക്കി, ആരും ഈ വർക്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ വർക്ക് എടുത്തൊന്ന് വർക്ക് ചെയ്തില്ലാക്കി തരുവാണെങ്കിൽ. ഇതെൻ്റെ അമ്മയുടെ റൂമിലുണ്ടായിരുന്ന ക്ലോക്കാണ്, അമ്മയുടെ ക്ലോക്കാണ്. അമ്മയ്ക്ക് ഈ ക്ലോക്ക് മണി ഉണ്ടെങ്കിൽ മാത്രമാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓടിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് വർക്ക് ചെയ്യണ ഇതിലാക്കി തന്നെ, എന്തായാലും നിങ്ങൾ വർക്ക് ചെയ്ത് ശരിയാക്കി തരുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാശ് തരാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പ്രായമായി, അതുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ എന്നിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉള്ള ഒരു പഴയ കാലത്തെ ഒരു ഡിസൈൻ ക്ലോക്കായിരുന്നു. എന്നിട്ടും അവൻ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഓരോ വൈൻഡിങ് ക്ലിയർ ആയിട്ട് ചെയ്ത് ആ ക്ലോക്ക് വർക്ക് ചെയ്യണ രീതിയിലാക്കി ഇദ്ദേഹത്തിന് കൊടുത്തു. ക്ലോക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം തിരിച്ചുകൊണ്ട് വെച്ചു. അദ്ദേഹത്തെ ക്ലോക്ക് സർവീസിൻ്റെ പൈസ കൊടുത്തു. പക്ഷേ ഈ ഒരു ന്യൂസ്, ആ ഒരു വർക്ക് ചെയ്യാതിരുന്ന ക്ലോക്ക് ശരിയാക്കി കൊടുത്തതും ഈ ആൾ ശരിക്കും വലിയൊരു കാശുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ തന്നെ ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ആ ലേഡിയുടെ ഈ ക്ലോക്കും അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു ആ ഗ്രാമത്തിലെ. അപ്പോൾ അവിടെ നിന്ന് പല ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് അവരുടെ പല സാധനങ്ങളും ഒരിക്കലും ആരും ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവൻ്റെ അടുത്ത് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞു പോയി. ഇവൻ്റെ കടയിൽ വീണ്ടും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഈ അടുത്തുള്ള വലിയ സർവീസ് സെൻ്ററിൽ പല ആൾക്കാർ സർവീസിന് പോയ കാര്യങ്ങൾ ക്വിക്ക് ഫിക്സ് ആയിരുന്നു. അല്ല തന്നെ വീണ്ടും ബ്രേക്ക് ഡൗൺ ആയപ്പോൾ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ അവർ വീണ്ടും ചാർജ് ചെയ്യാനൊക്കെ കണ്ടിട്ട് ആ ചെയ്ത സാധനങ്ങൾ പോലും ഇവൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഏകദേശം ഒരു 5-8 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് അത്യാവശ്യം ഡെയിലി റൺ ചെയ്യാനുള്ള രീതിയിലുള്ള കാശിനായിട്ടുള്ള സർവീസുകൾ വർക്കാണ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ശേഷം 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും അവനൊരു 2 സ്റ്റാഫിനെയും വെച്ച് വർക്ക് ചെയ്യാൻ അത്രയും വർക്ക് ലോഡായി, ആൾക്കാർ ക്യൂ ആയി. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് അവർ ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിയിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ സ്ട്രഗിൾ ചെയ്തായിരുന്നതിന് 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ നാട്ടിൽ നിന്ന് മാത്രമല്ല പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവനെ തേടി ഇവൻ്റെ അടുത്ത് സർവീസ് തേടി വരാൻ തുടങ്ങി. അങ്ങനെ അവനവൻ്റെ ലൈഫും ബിസിനസ്സും എല്ലാം നല്ല രീതിയിൽ സെറ്റിൽ ആവാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ബേസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, എന്ത് ഡൊമൈനിലായിക്കോട്ടെ, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു ഫോക്കസിങ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ക്വാളിറ്റി ഓഫ് വർക്കുമാണ്. ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഏത് ബിസിനസ് ആണെങ്കിലും അത് ഓവർ ദ ടൈം സക്സസ് ആയിട്ട് വരും. ഓക്കെ, ഫൈൻ, ബൈ, സീ യു.